പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച CPM നേതാവ് തോമസ് ഐസക്. പിഷാരടിക്ക് മനോവിഷമമുണ്ടാക്കിയെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും രാഷ്ട്രീയമാണ് പറയാൻ ഉദ്ദേശിച്ചതെന്നും ഐസക് പ്രതികരിച്ചു. സമരം ചെയ്താൽ സംസ്കാരം ഉണ്ടാകില്ല എന്നാണ് പിഷാരടിയുടെ പ്രതികരണം. ഒപ്പം നിൽക്കാത്തവർ വെറുക്കപ്പെടേണ്ടവരാണെന്ന നിലപാട് ശരിയല്ല എന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. എന്നാൽ പിഷാരടിക്ക് അരസംഖ്യയുടെ മനസ്സാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല. ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. ഈ കാസിയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു അരസംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? കോമഡി ഷോ മാത്രം അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ, രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്ത ഒരാൾ. ഷാഫിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രമേശ് പിഷാരടി മത്സരിക്കുന്നത്. പാലക്കാട് മണ്ഡലം BJPക്ക് വോട്ട് മറിച്ച് ചെയ്യുക, കോൺഗ്രസിന്റെ സീറ്റാണല്ലോ അത് തോൽക്കുക. ഷാഫി ഇല്ലാതെ പാലക്കാട് മണ്ഡലം ജയിക്കാൻ സാധ്യതയില്ല എന്ന അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിച്ചു. ഇക്ബാൽ അറക്കലും ഹരിമോഹനും വിവരങ്ങളുമായി. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, കോമാളി എന്ന പ്രയോഗം തെറ്റായിപ്പോയി എന്ന് തോമസ് ഐസക്കിന് ഇപ്പോൾ തോന്നുകയാണോ? അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ പിഷാരടിയെ വേദനിപ്പിച്ചെങ്കിൽ താനത് പിൻവലിക്കുന്നു എന്നുകൂടിയാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. തനിക്കതിൽ വേദനയില്ല എന്നും ഐസക് മാപ്പ് പറയേണ്ടതില്ല എന്നും പിഷാരടി പ്രതികരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും തോമസ് ഐസക്കിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ഡീൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു കോമാളി വേഷം കെട്ടി നടക്കുന്ന ഒരു ആളെ മത്സരിപ്പിക്കാതെ പകരം ജനകീയ പിന്തുണയുള്ള ഒരാളെ മത്സരിപ്പിക്കണമായിരുന്നു. അതല്ലാതെ ഈ കോമാളി വേഷം കെട്ടി നടക്കുന്ന ഒരാളെ മത്സരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതായിരുന്നു തോമസ് ഐസക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ ഒരു പരിഹാസം രൂപേണയുള്ള കഴിഞ്ഞ ദിവസത്തെ മറുപടി, ഒരു പരാമർശം എന്ന് പറയുന്നത്. അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഐസക് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് താൻ നടത്തിയത് ഒരു പരിഹാസമോ അല്ലെങ്കിൽ പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയില് കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ വിമർശനം രാഷ്ട്രീയം. പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിലപാടുണ്ട്, കോൺഗ്രസിന് നിലപാടുണ്ടെന്ന്. പാലസ്തീനിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിനാ കടുപിടിക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയമില്ലായ്മയില്ലേ അതിനെ വിമർശിച്ചത്. അവിടെ കോൺഗ്രസിനെ ഒന്നും വിജയിപ്പിക്കാനുള്ള അച്ചാരൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ, തോപ്പിക്കാനാ. LDF ജയിക്കാൻ പോണത്. അവിടെ തോൽവിയുടെ സമ്മതമാണ് ഈ ഡീൽ വാദം. ശരി ഹരി, തന്റേത് രാഷ്ട്രീയ വിമർശനമായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു പരിഹാസമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു അവഹേളനമായിരുന്നില്ല തന്റെ ഭാഗത്തു നിന്നുണ്ടായത്, മറിച്ചൊരു രാഷ്ട്രീയ വിമർശനമായിരുന്നു. പലസ്തീൻ വിഷയത്തിൽ രമേശ് പിഷാരടി മുൻപ് പ്രകടിപ്പിച്ച നിലപാട്, ആ നിലപാടിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു തന്റേത് എന്നുള്ളതാണ് തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പലസ്തീനിൽ നടക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ കേരളത്തിൽ സമരം നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് പിഷാരടി ചോദിച്ചത് അരാഷ്ട്രീയ നിലപാടാണ്. തങ്ങളുടെയും കോൺഗ്രസിന്റെയും നിലപാടിന് വിരുദ്ധമായാണ് രമേശ് പിഷാരടി അക്കാര്യങ്ങൾ പറഞ്ഞത്. അതിനെതിരായിട്ടുള്ള വിമർശനമായിരുന്നു തന്റേത് എന്നുള്ളതാണ് ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, പിഷാരടിക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു പ്രശ്നം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വിവാദം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തോമസ് ഐസക് ഇതുവഴി ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രമേശ് പിഷാരടിയും നേരത്തെ അനാവശ്യ വിവാദങ്ങൾക്ക് താനില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് സമരം ചെയ്താൽ സംസ്കാരം ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഒരു കാര്യം ഉണ്ട്, ഇതിനകത്ത് ഒരു കോമാളി വേഷം കെട്ടി നടക്കുന്ന ഒരാളെ മത്സരിപ്പിച്ചിട്ട് LDF വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു പരാമർശം തോമസ് ഐസക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ള പരാമർശം അത് രമേശ് പിഷാരടിയെ സംബന്ധിച്ച മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറുപടി പരാമർശം പാലക്കാട് വലിയ ചർച്ചയാകുന്നുണ്ടോ? അതോടൊപ്പം ഇന്ന്
അല്പം മുമ്പ് രമേശ് പിഷാരടി പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ നടത്തിയ അദ്ദേഹത്തിന്റെ തമാശ പ്രതികരണങ്ങൾ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പ്രത്യേക രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നു. അദ്ദേഹം നേരത്തെ പല സ്ഥാനാർത്ഥികൾക്കും പ്രചാരണത്തിന് പോയത്, സഹപ്രവർത്തകരുടെ സ്ഥാനാർത്ഥികളായപ്പോൾ പ്രചാരണത്തിന് പോയത്, ഇതൊക്കെ തന്നെയും എടുത്ത് എല്ലാം കൊണ്ടുവരട്ടെ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണോ പ്രതികരിക്കുന്നത് ഇക്ബാൽ? സ്മൃതി, പാലക്കാട്ടെ ഈ ഡീൽ ആരോപണത്തിന് പിന്നാലെയാണ് രമേശ് പിഷാരടിക്കെതിരായിട്ടുള്ള ഈ തോമസ് ഐസക്കിന്റെ ഈ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. പാലക്കാട് ചർച്ചയാവുന്നതിനിടയിലാണ് രമേശ് പിഷാരടി തന്നെ രംഗത്തേക്ക് വരികയും ഈ വിഷയത്തിൽ ഒരു മറുപടി പറയുകയും ചെയ്തിട്ടുള്ളത്. തോമസ് ഐസക് ഒരു മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോട് താൻ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തന്റെ സംസ്കാരം അതല്ല എന്ന രീതിയിലുള്ള ഒരു മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടി ആദ്യം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ തോമസ് ഐസക്കിന്റെ ഈ ക്ഷമാപണം അല്ലെങ്കിൽ ഈ തിരുത്തി പറയലിന് പിന്നാലെ തന്നെ രമേശ് പിഷാരടി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് തനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു മനോവിഷമവും തോമസ് ഐസക്കിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്ഷമാപണമോ അല്ലെങ്കിൽ ക്ഷമാപണം നടത്തേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രമേശ് പിഷാരടി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല തൻ്റെ പല വേദികളിലും എത്തി സംസാരിച്ച പല കാര്യങ്ങളും എടുത്ത് കട്ട് ചെയ്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. താൻ പല സാഹിത്യോത്സവ പരിപാടികളിലും സംസാരിച്ച കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു വിഭാഗം. പക്ഷേ താനൊന്നും അത്തരത്തിലുള്ള കളികൾക്ക് ഇല്ല, അത്തരത്തിൽ നില കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കളിക്ക് താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് പിഷാരടി ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കലും ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.